ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ ചിരട്ടക്കണയിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തിരക്ക് പിടിച്ച് പോകേണ്ടവർക്ക് ആദ്യം കഴിച്ചിട്ട് പോകാം. ഇടിയപ്പം എല്ലാം ഒരുമിച്ച് പിഴിഞ്ഞെടുത്ത് വേവിച്ച് വരുമ്പോൾ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ തിരക്കിട്ട് പോകേണ്ടവർക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വേഗത്തിൽ കഴിച്ചിട്ട് പോകാം, എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അരിപ്പൊടി വാട്ടിയെടുക്കാനുള്ള വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സെയിം കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും കൂടി ചേർക്കാം. തിളച്ച് കഴിയുമ്പോൾ 1 കപ്പ് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കാം. പൊടിയെല്ലാം നല്ലതുപോലെ നനഞ്ഞ് തിക്കാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടിയെല്ലാം നല്ലതുപോലെ നനഞ്ഞ് തിക്കായിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കുഴക്കാൻ പാകത്തിന് ചൂടാകുമ്പോൾ നല്ലതുപോലെ കുഴച്ചെടുക്കണം. മാവ് തണുക്കുന്ന സമയം കൊണ്ട് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക, കുറച്ച് കറിവേപ്പില ചേർക്കുക, 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കുക, പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും 1 ടീസ്പൂൺ ചേർക്കുക. എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാൻ 1 പച്ചമുളകാണ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതാണ്. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവാള നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. മീഡിയം ഹീറ്റിലാണ് ഈ സമയത്ത് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു മീഡിയം തക്കാളി സവാളയുടെ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലപ്പൊടിയും ചേർക്കാം കേട്ടോ. ഞാനത് ചേർക്കുന്നില്ല. ഇത്രയും മസാലപ്പൊടി മാത്രമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കൈകളിൽ നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന മസാലപ്പൊടികളാണ് ഞാൻ ചേർത്തത്. മസാലപ്പൊടികളിലെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിയുമ്പോൾ 150 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ചിക്കന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം വീണ്ടും ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഈ മസാലയുമായി നല്ലതുപോലെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ ചേർത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ മസാലയുമായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചൂട് കൊണ്ട് തന്നെ ഈ മല്ലിയില ആവശ്യത്തിന് കുക്കായിക്കൊള്ളും. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം. നമ്മൾ വാട്ടി വെച്ചിരുന്ന അരിപ്പൊടി മാവ് ഒരുവിധം തണുത്തപ്പോഴേക്കും ഞാനിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇടിയപ്പം കറക്കി ഉണ്ടാക്കുന്ന അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ്
കുറേശ്ശെ ഉരുട്ടിയെടുക്കാം. ഇടിയപ്പം പിഴിയുന്ന അച്ചിലേക്ക് ഇടാൻ പാകത്തിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചെടുക്കാം. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടക്കണം. ഇനി നമുക്ക് ഒരു ചിരട്ടക്കണ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് ആദ്യം കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചിരകിയ തേങ്ങ ഇട്ടതിന് ശേഷം ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞ് ചേർക്കാം. ഇതുപോലെ ചിരട്ടക്കണയിൽ അതിൻ്റെ ഉള്ളിൽ വീഴത്തക്ക വിധം പിഴിഞ്ഞെടുക്കണം. ആവശ്യത്തിന് പിഴിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. വിരലുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. പുറത്തേക്ക് വീണ് കിടക്കുന്നതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ആക്കി വയ്ക്കാം. അതിനുശേഷം മൂടി വെച്ച് ഇത് സ്റ്റീം ചെയ്യാം. ചിരട്ടക്കണയിൽ നമ്മൾ പുട്ടൊക്കെ വേവിക്കുന്നത് കുക്കറിൻ്റെ മീതെ വെച്ചിട്ടാണ്. വെള്ളം തിളപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ ചിരട്ടക്കണ വെച്ച് കൊടുക്കും. കുക്കറിനകത്ത് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിലൂടെ ആവി വരും. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചിരട്ടക്കണ വെച്ച് കൊടുക്കുക. ചിരട്ടക്കണ വെച്ച് കൊടുത്താൽ ഉടനെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ആവി വരും. ഒരു 10 സെക്കൻഡൊക്കെ കഴിഞ്ഞാൽ തന്നെ ആവി വരാൻ തുടങ്ങും. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റ് വേകേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ വേകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടിയിടാം. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ ചിരട്ടക്കണയിൽ ഇടിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ആർക്കെങ്കിലും കഴിച്ചിട്ട് പോകണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ആദ്യമേ കൊടുത്തിട്ട് വിടാം. കോളേജിലോ ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകേണ്ട കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു വിടാം. അപ്പം ഞാൻ വളരെ എളുപ്പത്തിലാണ് ഈ ഇടിയപ്പം സ്റ്റഫ് ചെയ്ത് സ്റ്റീം ചെയ്തെടുത്തത്. നമ്മൾ ഇടിയപ്പം എല്ലാം നെക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം ആവി കയറ്റി എടുക്കുന്നതിലും വളരെ എളുപ്പമാണ്. അതിൻ്റെ പകുതി സമയം പോലും എടുക്കില്ല. രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇടിയപ്പപ്പൊടി കുറച്ച് പശപ്പ് ഉണ്ടായ പൊടിയായതുകൊണ്ടാണ് ഇത് പ്രസ് ചെയ്ത് പോയത്. പശിമയില്ലാത്ത പൊടിയാണെങ്കിൽ നല്ല ഉതിർന്നിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്